ഈ പാറ്റ പോരാളികളെ പോറ്റുന്ന പോറ്റാളികൾ സുടുക്കളല്ല കേട്ടോ. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു നീക്കം നടന്നാൽ സാമാന്യ ബോധമുള്ളവരുടെ സംശയത്തിന് സ്വാഭാവികമായും സുടുക്കൾ ഇരപ്പെടുന്നതാണ് ഇവിടെ പതിവ്, അല്ലെ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പൗരാണിക സമവാക്യമാണ് അതിനൊരു കാരണമാകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാന കാരണം പക്ഷെ സുടുക്കളുടെ മനസ്സിലിരിപ്പ് പുറം ലോകം അറിഞ്ഞുപോയി എന്നുള്ളത് തന്നെയാണ്. അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ പറയുന്നതാണ് ഭംഗിയും. എന്തായാലും ഈ CJP വിഷയത്തിൽ പാറ്റകളെ തീറ്റിപ്പോറ്റുന്നവരുടെ ഇരകൾ മാത്രമാണ് സുടുക്കൾ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് സത്യം. വയനാട്ടിൽ നിന്നുള്ള ഒരു അലി അംജദിനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്നലെ കേരളത്തിലെ വലിയൊരു മാധ്യമം അവതരിപ്പിച്ചു, അല്ലേ? CJPയെ ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam. ഒന്നുകിൽ അലി അംജദ് ആ മാധ്യമത്തിന്റെ കെണിയിൽ മനസ്സറിവ് കൂടാതെ അകപ്പെട്ടു പോയി, അല്ല എങ്കിൽ അലി അംജദ് കരുതി കൂട്ടി അവരുടെ കെണിയിൽ സ്വയം അങ്ങോട്ടേക്ക് പെട്ടുകൊടുത്തു. അത് അവർക്കിടയിൽ മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്, നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും വളരെയധികം ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യരിൽ ഈ പാറ്റാ സമരത്തിന് പിന്നിലും സുഡാപ്പികളാണ് എന്ന് പറയുന്ന ഒരുതരം വിചാരം കൊണ്ടുവരാൻ അലി അംജദിന്റെ ആ പ്രസ്താവന കാരണമായി എന്നുള്ളത് പരമാർത്ഥമാണ്, അല്ലെ? ഇക്കാര്യത്തിൽ സുഡാപ്പികളെ സംശയിക്കാൻ നിൽക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് പോങ്ങന്റെ അഭിപ്രായം. അത് അവരെ വെള്ളപൂശാൻ വേണ്ടി പോങ്ങൻ പറഞ്ഞതല്ല. കുറെ അധികം പരതലുകൾ നടത്തി ബോധ്യം വന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യ വിരുദ്ധരോട് സ്വതവേ ഉണ്ടാവുന്ന അടുപ്പം എന്നതിനപ്പുറം ഈ സുഡാപ്പികൾക്ക് അതിൽ കാര്യമായിട്ടുള്ള താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സുഡാപ്പികളുടെ ടൂൾ കിറ്റ് ആയിരുന്നു ഇവിടെ വിതരണം ചെയ്യപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൃഷ്ഠരാജനെ പോലുള്ള ആളുകളായിരുന്നു മുന്നിൽ വരേണ്ടത്. സത്യത്തിൽ പാറ്റകളെ തീറ്റിപ്പോറ്റുന്നവർ മറ്റൊരു കൂട്ടർ തന്നെയാണ്. ആടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര നുണയാൻ കാത്തിരിക്കുന്ന കുറുക്കന്മാർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. ഇനി വളരെ ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് പോകാൻ വിഷയത്തിലേക്ക് വരാം, പ്രധാന വിഷയത്തിലേക്ക്, അതിന്റെ കാതലിലേക്ക് വരാം. അതായത് നാടാകെയുള്ള പട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയോടുകൂടി കൊച്ചിയിലെ വീട്ടിൽ ചുമ മലർന്നു കിടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഹരിദാസപുത്രിയായിട്ടുള്ള രഞ്ജിനി. ആ സമയം യാതൊരു പ്രകോപനവും കൂടാതെ രഞ്ജിനി ഹരിദാസിന് വെളിപാട് പിടിച്ചു. പേ പിടിച്ച പട്ടിക്കും വെളിപാട് പിടിച്ച ഹരിദാസപുത്രിക്കും ഉറക്കം നഷ്ടപ്പെടും എന്നാണ് പ്രമാണം. ഏത് പ്രമാണം എന്ന് ചോദിക്കരുത്, ഒരു പ്രമാണം, അത്ര മാത്രമേ ഉള്ളൂ. നാട്ടിലെ ഒരുവിധം പട്ടികൾക്കൊക്കെ ശോഭനമായിട്ടുള്ള ഭാവി സമ്മാനിച്ച് കഴിഞ്ഞു. ഇനി പാറ്റകളുടെ ഭാവിക്കാണ് ശോഭ പകരേണ്ടത്. ആ ബോധ്യം ഹരിദാസപുത്രിയുടെ ഉറക്കം കളഞ്ഞു എന്നുള്ളതാണ് സത്യം. പണ്ട് പട്ടികളായിരുന്നു അവരുടെ ഉറക്കം കെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പാറ്റകളാണ് ഉറക്കം നിഷേധിക്കുന്നതെന്ന് വേണം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ. എന്തായാലും പാറ്റകൾ തന്റെ ഉറക്കം കളഞ്ഞു എന്ന് പറയുന്ന കുരയോടെ അവർ ശരീരവും എടുത്ത് നേരെ ദില്ലിക്ക് പോയി എന്നുള്ളത് നമ്മളെല്ലാം അറിഞ്ഞു, നമ്മളെല്ലാം കണ്ടു. എന്നിട്ട് അവർ നേരെ ജന്തർ മന്ദറിൽ ചെന്ന് പാറ്റകൾക്ക് മുന്നിൽ കുത്തിയിരുന്ന് കുരച്ചു. കുത്തിയിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള കുത്തിയിരിപ്പ്. യൂറോപ്യൻ ക്ലോസറ്റ് പരിഷ്കാരമാവുന്നതിന് മുമ്പ്, ശീലമാവുന്നതിന് മുമ്പ് നമ്മൾ വെളിക്കിറങ്ങാൻ കുത്തിയിരുന്നത് പോലുള്ള അസൽ കുത്തിയിരിപ്പ്, തെറ്റുകുറ്റങ്ങളില്ലാത്ത കുത്തിയിരിപ്പ്. അങ്ങനെ കുത്തിയിരുന്നു കൊണ്ട് അവർ കുരച്ചത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. പാകിസ്ഥാനോ ചൈനയോ ഒന്നുമല്ല പാറ്റകളെ തീറ്റുന്നതും പാറ്റയ്ക്കൊപ്പം നിലകൊള്ളുന്നവരെ പോറ്റുന്നതും. സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറയുന്നതിന്റെ ഊക്ക് അവരുടെ വാക്കുകളിൽ വ്യക്തമായി നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കുത്തിയിരുന്ന് അവർ പൊഴിക്കുന്ന ഭാവങ്ങൾ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. നാട്ടുകാരെ കാണിക്കണം എന്ന് പറയുന്ന ആഗ്രഹത്തോടെയാണല്ലോ അവരിത് പ്രസരിപ്പിച്ചത്, അല്ലെ? സ്വാഭാവികമായും കണ്ടു പ്രോത്സാഹിപ്പിക്കുന്നതാണ് മര്യാദ, അതാണ് മനുഷ്യത്വം. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൂടി ഒന്ന് കാണാം, അല്ലെ? Tigreaje bendito, Nerulai, Cirulai pico. Mami te lo digo, te lo voy a hacer rico. Por el lado, mami, sin hacer ruido. Ella me lo sube. Ella me lo sube. Ella me lo sube. കണ്ടല്ലോ. ഇനി രഞ്ജിനി പറഞ്ഞ സത്യത്തെ മുൻനിർത്തി വളരെ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സമരങ്ങളുടെ ആലയമായിട്ടുള്ള ജന്തർ മന്ദറിൽ പാറ്റകൾ സമരിച്ചു തുടങ്ങുന്നത് ജൂൺ 6-നാണെന്നാണ് പോകന്റെ ഒരു മനസ്സിലാക്കൽ. ജൂൺ 6-ന് പിന്നീടുള്ള 22 ദിവസങ്ങൾ പാറ്റകൾ വളരെ കണ്ട് അവഗണനയാൽ പൊറുതിമുട്ടുകയായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരവും വിശ്വാസവും പോകന്റെ ഭാഗത്തുണ്ട്. അതൊരു അഭിപ്രായമായി പോകൻ ഇവിടെ പൊഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ 2.5 കോടി ഉണ്ട് എങ്കിൽ പോലും ജന്തർ മന്ദറിൽ 250 പാറ്റകൾ പോലും തികച്ചുണ്ടായിരുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ പാറ്റകൾക്ക് തീരെ പ്രാധാന്യം നൽകിയില്ല. പാറ്റകളുടെ സമരത്തെ സർക്കാർ ഒട്ടും തന്നെ അലോസരപ്പെടുത്താനും നിന്നില്ല. നമ്മുടെ പോലീസുകാർ പാറ്റകൾക്ക് കാവൽ തീർത്തതേയുള്ളൂ. പ്രതിപക്ഷ പാർട്ടികൾ പാറ്റകളെ കണ്ടതായേ നടിച്ചില്ല. സഖാക്കളായിട്ടുള്ള ബ്രിട്ടാസ്യം സൈനിഡും AA റഹിമും മണിപ്രവാളം ബേബിയും ഒക്കെ പാറ്റകളെ സന്ദർശിച്ചിരുന്നു എന്നത് സത്യമാണ് എങ്കിൽ പോലും രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന് തോന്നുന്ന എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം ആരെങ്കിലും എവിടെയെങ്കിലും നടത്തുന്നത് കണ്ടാൽ അവിടെ ചെന്ന് അവരുടെ ശിങ്കിടിയായി കൂടുക എന്നത്
മമ്മികളുടെ ജന്മവാസനയാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവരുടെ സാന്നിധ്യം പാറ്റകൾക്ക് തീരെ പ്രയോജനം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. As we are aware, yesterday the country has been witnessed a very brutal attack, police attack against students and youth. कानूनी करार दिया जाता है, यहाँ से चले जाओ, कुछ नहीं होगा यहाँ पे. अंकल കണ്ടല്ലേ, ഇത്രയധികം ബ്രൂട്ടൽ ആയിട്ടുള്ള അറ്റാക്കിനും തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല എന്നാണ് ഇന്ത്യയിലെ യൗവനം, വിദ്യാർത്ഥികൾ ഒക്കെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അങ്ങനെ അവഗണന അസഹനീയമായപ്പോൾ അവർ പോലീസിനെ പരിഹസിച്ചും പ്രകോപിപ്പിച്ചും തല്ലുവാങ്ങാൻ നോക്കി. തല്ലുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ അവർ പരമാവധി പരിശ്രമിച്ചു. പ്രകോപനം ഏശിയില്ല. പോലീസുകാർ കണ്ണടച്ചു. सर मारने वाले हो क्या? सर बता दो, मारने वाले हो तो प्रोटीन शेक पी के नहीं आई हूँ मैं. सर बता दो, मारने वाले हो? नहीं सर, पहले बता देना, प्रोटीन शेक नहीं पिया, भाग नहीं पाऊंगी मैं. सर मत मार. ഇതാണ് ഈ രാജ്യത്തിന്റെ പൾസ്. ഈ പൾസ് വായിച്ചെടുക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. അവരിപ്പോഴും ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, അഹന്തയുടെ തടവറയിലാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ആ ജനാധിപത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഇന്നലെ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? എന്തൊരു ബ്രൂട്ടാലിറ്റിയാണ്. കുറെ നേരം ഇന്റർനെറ്റ് ഷട്ട് ഡൗണിലൂടെ അവർക്ക് ആ വിഷ്വൽസ് പിടിച്ചു വെക്കാൻ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഇന്റർനെറ്റ് ഹൈവേയിലേക്ക് തുറന്നുവിടപ്പെട്ടിരിക്കുന്ന വിഷ്വൽസ്, അതിന്റെ ഫോട്ടോസ് എന്താണ് തെളിയിക്കുന്നത്? ദേ ഈ കാണുന്ന കാഴ്ച കണ്ടില്ലേ? പുരുഷ പോലീസിനാൽ സ്വന്തം വസ്ത്രം കീറപ്പെട്ട പെൺകുട്ടി കീറിയ വസ്ത്രവുമായി സമരസ്ഥലത്തിരിക്കുകയാണ് മഴനനഞ്ഞ്. Yeah, come on. ബിജെപിയുടെ മുന്നേറ്റത്തിന്റെ വിജയം, പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ വിജയം, ബിജെപിയെ സംബന്ധിച്ച്